റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നപ്പോൾ നരേന്ദ്രമോദിയുമായിട്ട് അദ്ദേഹം ചേർന്ന് സഞ്ചരിച്ചത് ടയോട്ടയുടെ ഫോർച്യൂണർ കാറിലാണ്, വെള്ള ഫോർച്യൂണർ കാറിൽ. എന്തുകൊണ്ടാണ് അത്തരം ഒരു കാർ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? ഇനി അതല്ലെങ്കിൽ അതിനെക്കാട്ടിയും വരെയുള്ള UK ബേസ്ഡ് കമ്പനിയുടെ കാറുണ്ട്, അതല്ലെങ്കിൽ ഈ പുടിൻ തന്നെ അവിടുന്ന് കൊണ്ടുവന്ന ഓറിസ് കാറുണ്ട്, അതൊന്നും സെലക്ട് ചെയ്തില്ല. എന്തായിരിക്കും അങ്ങനെ ഒരു നീക്കത്തിന് പിന്നിൽ? നയതന്ത്രത്തില് രണ്ടുപേരും സംസാരിക്കുന്ന മുറി, അവിടെ വച്ചിരിക്കുന്ന സാധനങ്ങള്, മുട്ടുസൂചി ഉൾപ്പെടെ ഉള്ള വസ്തുക്കള്, ഇതൊക്കെ ചിത്രങ്ങളിൽ വരുമല്ലോ, ലൈവായിട്ട് ടെലിവിഷനിലും ഒക്കെ കാണാൻ പറ്റും. ഇതെല്ലാം സന്ദേശമാണ്, ചെയ്യുന്നതല്ല നയതന്ത്രത്തിൽ. മോദി പുടിനുമായിട്ട് സഞ്ചരിക്കുമ്പോൾ ഇത് അമേരിക്കൻ നിർമ്മിത കാറായിരുന്നു എന്ന് വെക്കേ, അമേരിക്കയിലെ പത്രങ്ങള് മീഡിയയിൽ മുഴുവൻ എന്തെഴുതും, ട്രംപിന്റെ കാറ് വേണ്ടി അപ്പോ അത് ശരിയായ നയതന്ത്രം ആവില്ല. അങ്ങനെ ഒരു വാർത്ത നമ്മൾ വഴി വെച്ച് കൊടുത്താൽ, വളമിട്ട് കൊടുത്താൽ, ഇനി വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിന്റെ കാറാണെന്നിരിക്കട്ടെ, അപ്പോൾ യൂറോപ്യൻ വാഹനാണെങ്കിലും പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയും യൂറോപ്പും പുടിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്, റഷ്യക്കെതിരെ ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധനം പുടിന്റെ യാത്രയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം പുടിൻ ഇത് റഷ്യയിൽ ചെയ്യില്ലല്ലോ, ഇവിടെയും നമ്മൾ ചെയ്യാൻ പാടില്ല. അത്രയും ശ്രദ്ധ അതിൻ്റെ അകത്ത് കാണിക്കണം. കാണിച്ചാലേ ഇത് ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞ സാധനം വന്നിട്ട് ഇത് അലങ്കോലമാവും. അല്ലെങ്കിൽ തന്നെ ഇൻഡിഗോ ഇത് അലങ്കോലമാക്കാൻ ശ്രമിച്ച കാര്യം നമുക്കറിയാം. അപ്പൊ വെളുത്ത ടൊയോട്ട ഫോർച്യൂണർ ജപ്പാൻ കാർ, പക്ഷെ അത് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത കാറായിരുന്നു, അതാണ് ഉപയോഗിച്ചത്. സാധാരണഗതിയിൽ മോദി യാത്ര ചെയ്യുന്നത് എന്തിലാണ്? റേഞ്ച് റോവറിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മനഃപൂർവ്വം വെളുത്ത ടൊയോട്ട ഫോർച്യൂണർ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ഇത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറാണ്. അപ്പൊ അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാറാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഡൽഹി രജിസ്ട്രേഷൻ അല്ല അത്. അപ്പോ ഫോർച്യൂണർ സിഗ്മ 4 MT മഹാരാഷ്ട്ര നമ്പർ പ്ലേറ്റ് ആണ് അതിന് ഉണ്ടായിരുന്നത്. രാജ്നാഥ് സിംഗും പ്രതിരോധ മന്ത്രി, അദ്ദേഹവും വെളുത്ത ഫോർച്യൂണറിലാണ് യാത്ര ചെയ്തത്. റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രേ ബെലൂസോവിനൊപ്പം രാജ്നാഥ് സിംഗ് നാഷണൽ വാർ മെമ്മോറിയലില് പുഷ്പചക്രം വെക്കാനായിട്ട് പോയി. 2 പ്രതിരോധ മന്ത്രിമാര് അപ്പോഴും വെളുത്ത ഫോർച്യൂണറാണ് ഉപയോഗിച്ചത്. അപ്പൊ 2 സ്ഥലത്തും വെളുത്ത ഫോർച്യൂണറാണ് ഉപയോഗിച്ചത്, 2 യാത്രയിലും. അപ്പോൾ ജപ്പാൻ നിർമ്മിക്കുന്ന ഇതാണ് ടൊയോട്ട. യൂറോപ്യൻ ബ്രാൻഡ് വേണ്ട ഇതിനെന്നപ്പോ മനഃപൂർവ്വം തീരുമാനിച്ചതാണെന്നാണ് പല തിയറികളിലും കാണുന്നത്. അമേരിക്കൻ വാഹനവും വേണ്ട. ജപ്പാൻ കാർ ആണെങ്കിലും ഇത് കർണാടകയിൽ അസംബിൾ ചെയ്ത ഫോർച്യൂണർ ആയിരുന്നു. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ സന്ദേശവും കൂടി അതിൻ്റെ അകത്ത് വന്നു. ഇന്ത്യയിലും നിർമ്മിച്ചത് തന്നെയാണ്. മോദിയുടെ ഔദ്യോഗിക വാഹനങ്ങൾ റേഞ്ച് റോവർ, മെഴ്സിഡീസ് മേബാക്ക് S650 ഗാർഡ്, ഇതൊക്കെയാണ് മോദിയുടെ ഔദ്യോഗിക വാഹനങ്ങൾ സാധാരണഗതിയിൽ. റേഞ്ച് റോവർ ടാറ്റ മോട്ടേഴ്സിൻ്റെതാണ്. UK ബേസ്ഡ് കമ്പനി ആണെങ്കിലും പിന്നീട് ടാറ്റ അത് ടേക്ക് ഓവർ ചെയ്തിരുന്നു. അതെ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. പക്ഷെ UK നിർമ്മിച്ച റേഞ്ച് റോവറാണ് അത് വേണ്ടെന്ന് വെച്ചാൽ. അപ്പൊ അത് വേണ്ട, അത് UK ആണെന്ന് പറയുമല്ലോ. ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിലും UK നിർമ്മിച്ചതാണ്. അപ്പോ മെഴ്സിഡീസ് ആണെങ്കിൽ ജർമ്മൻ കമ്പനിയാണ്, അപ്പൊ മെഴ്സിഡീസ് പറ്റില്ല. ബ്രിട്ടൻ, ജർമ്മനി ഒക്കെ പുടിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ച രാജ്യങ്ങളാണ്, യൂറോപ്യൻ രാജ്യങ്ങളാണ്. ആയുധങ്ങൾക്കും എല്ലാത്തിനും ഒക്കെ ഉപരോധങ്ങൾ ഉണ്ട്. അപ്പൊ പുടിൻ ഒരു യൂറോപ്യൻ വണ്ടിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് നാണക്കേടാണ്. ഇതിന്റെ പിന്നിലാണ്, ഈ വൈറ്റ് ഫോർച്യൂണറിന്റെ പിന്നിലാണ് റേഞ്ച് റോവറും ഓറസ് സെനറ്റും. ഓറസ് സെനറ്റ് അദ്ദേഹത്തിന്റെ സ്വന്തം കാറ് അവിടുന്ന് കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വേണ്ടി.
അത് ഇതിന്റെ പിന്നാലെ ഫോർച്യൂണറിന്റെ പിന്നാലെയാണ് സഞ്ചരിച്ചത്. പക്ഷെ ഇത് നമുക്ക് നയതന്ത്ര സിദ്ധാന്തമായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് ശരി എന്ന്. അത് തന്നെ ആകണം ശരിയെന്നില്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ വേറൊരു വിവരം ഉണ്ട് ഇതില്. ഫോർച്യൂണർ അതിന്റെ ഈ സീറ്റുകളുടെ ക്രമീകരണം അനുസരിച്ച് തെരഞ്ഞെടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാ റേഞ്ച് റോവറിൽ ഒരു 3-ാം നിര സീറ്റ് ഇല്ല. 1, 2, 3 മൂന്നാമത്തെ നിര ഇല്ല. 2 റോയേ ഉള്ളൂ. അപ്പൊ 3ാമത്തെ നിര ഇതിൽ വേണം. എന്തുകൊണ്ടാണെന്നറിയോ? ഇവർ ദ്വിഭാഷികൾ സംസാരിക്കുന്നത് കേൾക്കുന്ന ദ്വിഭാഷികൾക്ക് വേണ്ടി അത് വേണം. അപ്പൊ ഫോർച്യൂണറിന് 3ാമത്തെ ഒരു നിരയുണ്ട്. മാത്രല്ല ഈ മോദിയും പുട്ടിനും ഈ ഫോർച്യൂണറിൽ കയറുന്നതിന് മുമ്പേ മറ്റേ നിരയിൽ ദ്വിഭാഷികൾ കയറി ആദ്യമേ ഉറപ്പിച്ചിരുന്നു. 2 രാജ്യത്തെയും സെക്യൂരിറ്റി ക്ലിയറൻസ് ഇതിന് കൊടുക്കുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഫോർച്യൂണറിലാണ് എന്ന് നേരത്തെ തീരുമാനിച്ചിട്ട് ക്ലിയറൻസും ഒക്കെ കൊടുത്തിരുന്നു. അപ്പൊ അതും കൂടി ഇതിലൊരു ഘടകമാണ് എന്ന് വിവരമുണ്ട് ഇതിനെ സംബന്ധിച്ച്. പക്ഷെ നയതന്ത്രത്തിൽ ഒന്നും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ മോദിയും പുട്ടിനും ചർച്ച ചെയ്യുന്ന, ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, നേരെ പുറകില് ഈ ചെടികൾ കാണാം. ദേവദാരു ചെടികളുണ്ട്. പക്ഷെ ഈ ദേവദാരു ചെടികൾ ഈ സൈഡില് മറ്റേ ദ്വാരപാലകന്മാരുടെയൊക്കെ സ്ഥാനത്താണെന്ന് പറയാം. നടുവില് ഈ വിഗ്രഹത്തിന്റെയൊക്കെ സ്ഥാനത്തിരിക്കുന്നത് ഹെലിക്കോണിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ആ ഹെലിക്കോണിയ എന്ന് പറഞ്ഞ ചെടി നേരെ പുറകിൽ കാണാം. ആ ഹെലിക്കോണിയ ചെടി വെച്ചത് ഈ ഓരോ മുറിയിലും മനഃപൂർവ്വമാണെന്ന് പറയുമല്ലോ. ഹെലിക്കോണിയ എന്ന് പറഞ്ഞ ചെടി ഐശ്വര്യം, പിന്നെ ഈ സന്തുലനം, മൈത്രി, നല്ല തുടക്കം, മുന്നോട്ടുള്ള യാത്ര, ഇതിൻ്റെയൊക്കെ പ്രതീകമാണ് ഈ ഹെലിക്കോണിയ എന്ന് പറഞ്ഞ ചെടി. റഷ്യൻ ചെടിയല്ലത്. ഈ നോർത്ത് സൗത്ത് അമേരിക്കൻ ഭാഗത്ത് വെസ്റ്റ് ഇൻഡീസിലെ ഒക്കെ കൂടുതലായിട്ട് കാണുന്ന ചെടിയാണ്. ഇവിടത്തെയും ചില വീടുകളിലൊക്കെ ഹെലിക്കോണിയ ഉണ്ട് കേട്ടോ. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ എനിക്കൊരാള് ഈ ഹെലിക്കോണിയ സമ്മാനിച്ചു ഇത് അയച്ചു തന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോ ഈ മറ്റേ എന്തായാലും വൈറ്റ് ടൊയോട്ട ഫോർച്യൂണർ ആണ് ഉപയോഗിച്ചത് എന്നുള്ളത് വാർത്തയിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ചർച്ചയിൽ സ്ഥാനം പിടിച്ചു. അപ്പൊ അതൊരു നല്ല നയതന്ത്രം ആയിരുന്നു മോദിയുടെ ഭാഗത്ത് നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഫോർച്യൂണർ അവിടെ നിൽക്കുമ്പോൾ തന്നെ മോദി വരുന്നത് ഈ പറയുന്ന റേഞ്ച് റോവറിൽ, ഈ പുട്ടിന് വരാനായിട്ട് ഓറസ് കാറും ഉണ്ട്. ഈ 2 കാറ് നിൽക്കുമ്പോൾ വൈറ്റ് ഫോർച്യൂണറിലേക്ക് പോകുമെന്നൊരു പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അത് ജപ്പാൻ മെയ്ഡാണ് ഈ ഫോർച്യൂണർ ടൊയോട്ട കമ്പനിയെങ്കിലും ഇന്ത്യയുമായിട്ട് ചേർന്നിട്ടാണ് അസംബിൾ ചെയ്ത നിർമ്മിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ സന്ദേശമല്ലേ എന്നല്ലേ? കാരണം ഇന്ത്യയിലേക്ക് വരുമ്പോൾ പുട്ടിനെ അത്ര ഒരു പ്രതിസന്ധിയിലാക്കരുതെന്ന് ഇന്ത്യ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പുട്ടിനെ എങ്ങനെ ഉയർത്തിപ്പിടിക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടായ്മ, വലിയൊരു നല്ല ആശയമാണ്. മാത്രമല്ല ഈ ടൊയോട്ട എന്ന് പറയുന്ന കാറിൽ എനിക്ക് നരേന്ദ്രമോദിയുടെ ഒപ്പം സഞ്ചരിക്കാൻ യാതൊരു ഭയവുമില്ല. ഇന്ത്യ എന്നാൽ എനിക്ക് റഷ്യയെ പോലെ ആണ് എന്നുള്ളൊരു ആത്മവിശ്വാസം പുടിൻ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ പുടിൻ അത്രയും ഒരു ആത്മബന്ധം ഉണ്ട് മോദിയുടെ അടുത്ത്, അല്ലെ ഇന്ത്യയുടെ അടുത്ത് എന്നുള്ള ഒരു തെളിവ് കൂടിയല്ലേ അത്? അതായത് ഇന്ത്യയുടെ കാറ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ദേവന്മാർക്ക് വാഹനങ്ങൾ ഉണ്ടല്ലോ. അതെ. ഇപ്പൊ അയ്യപ്പന് വാജിവാഹനം കുതിര അല്ലേ, എലി ഗണപതി അല്ലേ, ഇങ്ങനെ ഓരോ വാഹനങ്ങൾ ഉണ്ടല്ലോ, ഹംസം തുടങ്ങിയൊക്കെ പല വാഹനങ്ങൾ. പുലി, ദുർഗയുടെ വാഹനം പുലി. അയ്യപ്പന്റെ വാഹനം പുലിയല്ല, ദുർഗയുടെ വാഹനമാണ് പുലി. അപ്പോ ഈ വാഹനം എന്ന് പറയുന്നത് പ്രതീകമാണ്. അതാണ് ഈ നമ്മുടെ ദൈവങ്ങളെ സംബന്ധിച്ചും അത് പ്രതീകമാണ്. അവരുടെ ആയോധനം, ശക്തി ഇല്ലേ, എങ്ങനെ എന്തുപയോഗിക്കണം എന്നുള്ളതിൻ്റെ. അപ്പൊ ഇന്ത്യയുടെ കാറ്, ഇന്ത്യയിൽ അസംബിൾ ചെയ്ത കാറ് സുരക്ഷിതമാണ് മോനെ എന്നുള്ള സന്ദേശമാണല്ലോ ലോകത്തിനും കൊടുക്കുന്നത്. ഇന്ത്യയും ഈ വക ഒട്ടും മോശമല്ല. ഇവിടെ വരുമ്പോ ഇവിടത്തെ
വാഹനത്തിൽ തന്നെ എന്ന് പറയുന്നത് അല്ലേ? അതെ, ഇന്ത്യയും മുന്നിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളുടെ കാറും സുരക്ഷിതമാണ്. ആ ഓറസ് സെനറ്റ് തന്നെ വേണമെന്നില്ല പുടിന് സഞ്ചരിക്കാൻ. ഞങ്ങളുടേതും സുരക്ഷിതമാണ്. ഞങ്ങളുടെ കയ്യിൽ പുടിൻ സുരക്ഷിതനാണ്. അതാണ് ഏറ്റവും വലിയ സന്ദേശം. യുക്രൈനും മറ്റേ 3 പേരെ പുടിനെതിരെ മറ്റേ ലേഖനം എഴുതിയതാണല്ലോ ടൈംസ് ഓഫ് ഇന്ത്യയിൽ. ബ്രിട്ടനും യൂറോപ്പും ജർമ്മനിയും കൂടി നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വെറും പുല്ലാണ് എന്നുള്ള സന്ദേശമാണ് ഈ മോദി ഇതുവഴി കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ പുടിന് മോദി അത്രത്തോളം വിശ്വാസമുണ്ട്. ഇപ്പോൾ ഉക്രൈനുമായിട്ട് റഷ്യയും തമ്മിൽ യുദ്ധം നിലനിൽക്കുമ്പോൾ ഏറ്റവും അധികം സെക്യൂരിറ്റി വേണ്ട ഒരു ഭരണ നേതാവ് കൂടിയാണ് പുടിൻ. അങ്ങനെയുള്ള പുടിന് മോദി നിയന്ത്രിക്കുന്ന ആ സെക്യൂരിറ്റി സംവിധാനത്തിൽ താൻ സുരക്ഷിതനാണെന്നുള്ള ഒരു ബോധവും കൂടി ഇവിടെ സ്വയം തോന്നിയിട്ടുണ്ടാവില്ലേ? ഞങ്ങൾ ഒറ്റക്കെടുത്താലും ശക്തരാണ്. ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ നിങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ വെറും തൃണമൂൽ ആണ് എന്നുള്ള സന്ദേശമാണ് ഈ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല അത് തുടർന്നുള്ള ചർച്ചകളിലും ഒക്കെ തെളിയിക്കുകയും ചെയ്തല്ലോ, പ്രതിഫലിച്ചു. വലിയ അതായത് ഈ തീരുവ ചുമത്തിയല്ലോ നമുക്കെതിരെ ട്രംപ്. അതിനുശേഷം നമ്മുടെ കയറ്റുമതി ഇറക്കുമതിയൊക്കെ 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഗുണമുണ്ടായി. നമ്മൾ 8.2% GDP-യിൽ വളർച്ച ഉണ്ടായി ഇല്ലേ? നമ്മൾ വികസന കുതിപ്പിലാണ്. മാത്രമല്ല റഷ്യയിൽ നമ്മൾ കൂടുതൽ നിക്ഷേപിക്കാൻ പോകുന്നു. റഷ്യ പൊതുവെ ചൈനയ്ക്ക് മാത്രം റഷ്യ 14.5 കോടി ജനങ്ങളേ ഉള്ളൂ. ഇന്ത്യയുടെ 5 ഇരട്ടി വലിപ്പമുണ്ട് ഈ ജിയോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇന്ത്യക്ക് കൂടുതൽ നിക്ഷേപ സാധ്യതകൾ, ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ അവിടെ ജോലി സാധ്യതകൾ അല്ലേ? പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നം. അപ്പം നമ്മളുമായിട്ട് കൂടുതൽ സഹകരണത്തിലേക്ക് റഷ്യ ടൈം ടെസ്റ്റഡ് ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ? എത്രയോ കാലമായിട്ട് ഒട്ടും മുറിഞ്ഞു പോകാത്ത സൗഹൃദമാണ് നമുക്ക് റഷ്യയുമായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് തന്നെ എന്നുള്ള സന്ദേശമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.